ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. CMA ഇൻ്ററിൻ്റെ ഗ്രൂപ്പ് 2 ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 4 വരുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. എക്സാമിന് റീസെൻ്റ്ലി വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 8 മാർക്ക് മുതൽ 10 മാർക്ക് വരെ കിട്ടാറുണ്ട്. ഈവൻ ഫൈനലിലും ഇതേപോലെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിലും ആവശ്യം വരുന്ന രീതിയാണ്. ഫൈനൽ ഒന്നുകൂടെ ഡെപ്തിൽ ചോദിക്കാറുണ്ട്. CMA ഇൻ്ററിലാണെങ്കിൽ ഇത്ര ഡെപ്തിൽ ചോദിക്കുന്നത് കണ്ടിട്ടില്ല. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഇതാണ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ചില ബേസിക് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതാണ് നമ്മുടെ മെയിൻ ഡിസ്കഷൻ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ സ്റ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് 2 സ്റ്റേജുകളാണ് ഉള്ളത്. ഒന്ന് ഒബ്റ്റൈനിങ് IBFS ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, രണ്ടാമത്തെ ഒരു സ്റ്റേജ് ടെസ്റ്റിംഗ് ഫോർ ഒപ്റ്റിമാലിറ്റി. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ ഒബ്റ്റൈനിങ് IBFS ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണലാണ്. ഒരു ആൻസർ നമ്മൾ കാണണം. അതൊരു ഇനീഷ്യൽ ആൻസറാണ്, അത് കറക്റ്റ് ആൻസർ ആണെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കാണും. ഒരു ആൻസർ നമ്മൾ കാണുന്നു, എന്നിട്ട് ആ ആൻസർ ശരിയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുക. മോഡീസ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റാണ് അതിന് ഉപയോഗിക്കുന്നത്. മോഡീസ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോഡീസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡിഫൈഡ് ഒപ്റ്റിമം സൊല്യൂഷനാണ്. അതിൻ്റെ ഷോർട്ടാണ് മോഡീസ്. അപ്പോൾ ആദ്യം ആൻസർ കാണുന്നു, പിന്നീട് അത് ശരിയാണോ നോക്കുന്നു. അതാണ് നമ്മുടെ മെത്തേഡ്. ഇനി ഈ ആൻസർ കാണാൻ, ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, മറ്റൊന്ന് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, മറ്റൊന്ന് ഓഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതിലേത് മെത്തേഡാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എക്സാമിന് ആവശ്യപ്പെട്ട മെത്തേഡാണ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. പ്രാവശ്യത്തെ നിയറസ്റ്റ് എക്സാമിന് ചോദിച്ചിരുന്ന നോർത്ത് വെസ്റ്റ് ആണ്. ചിലപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് ചോദിക്കാം, ചിലപ്പോൾ ഓഗൽ ചോദിക്കാം. ഇനി ഒരു മെത്തേഡും പറഞ്ഞിട്ടില്ലെങ്കിലോ അപ്പോൾ ഓഗലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മെത്തേഡ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഓഗലാണ് ചെയ്യേണ്ടത്. കാരണം ഓഗൽ ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. കറക്റ്റ് ആൻസർ കിട്ടും ഓഗൽ ഉപയോഗിച്ചാൽ. NW ലീസ്റ്റ് കോസ്റ്റ് കിട്ടിയാൽ IBFS കിട്ടുള്ളൂ. ഇനീഷ്യൽ ആൻസർ മാത്രമേ കിട്ടുള്ളൂ. അത് കറക്റ്റ് ആണെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒബ്റ്റൈൻ ദ IBFS മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്? 3 ഫാക്ടറിൻ്റെ ക്വസ്റ്റ്യനിൽ ഫാക്ടറി 1, ഫാക്ടറി 2, ഫാക്ടറി 3, 3 വെയർ ഹൗസ് ഉണ്ട്. വെയർ ഹൗസ് 1, വെയർ ഹൗസ് 2, വെയർ ഹൗസ് 3. ഈ ഫാക്ടറിയുടെ ഇവിടെ തന്നിട്ടുള്ള വാല്യൂ ഇതിന് ഇത് സപ്ലൈ ആണ്, ഇത് ഡിമാൻഡാണ്. അത് ക്വസ്റ്റ്യനിൽ പറയും. ഇവിടെ സപ്ലൈ 14 തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫാക്ടറി 1ൽ നിന്ന് മാക്സിമം സപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് 14. അതുപോലെ തന്നെ ഫാക്ടറി 2ൽ നിന്ന് മാക്സിമം സപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് 12. അതുപോലെ തന്നെ ഫാക്ടറി 3ൽ നിന്ന് മാക്സിമം സപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് 5. എന്താണ് ഈ ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെയർ ഹൗസ് 1ന് ആവശ്യമുള്ളത് 6 പ്രോഡക്റ്റാണ്. വെയർ ഹൗസ് 2ന് ആവശ്യമുള്ളത് 10 പ്രോഡക്റ്റാണ്. വെയർ ഹൗസ് 3ക്ക് ആവശ്യമുള്ളത് 15 പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിമാൻഡ് മനസ്സിലാക്കി, സപ്ലൈ മനസ്സിലാക്കി, ഫാക്ടറി, വെയർ ഹൗസ്. ഇനി എന്താണ് ഈ വാല്യൂസൊക്കെ? ഇതിനെ മെട്രിക്സ് വിളിക്കാം നമുക്ക്. ഇതൊക്കെ മെട്രിക്സിൻ്റെ ബോഡിയാണ്. ഈ ചുറ്റും കാണുന്ന മെട്രിക്സിൻ്റെ ബോഡിയാണ്. ഇതാണ് നമ്മുടെ മെട്രിക്സ്. 3x3 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിലെ വാല്യൂസ് ചിലപ്പോൾ കോസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒബ്റ്റൈൻ ദ IBFS മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് തന്നെയാണ്? കോസ്റ്റ് തന്നെയാണ്. ഇനി പ്രോഫിറ്റ് ആണ്, എന്ത് ചെയ്യണം? പറയണം, സെപ്പറേറ്റ് പറയണം. ക്വസ്റ്റനിൽ പറയണം പ്രോഫിറ്റ് ഈസ് ഗിവൺ എന്ന് ക്വസ്റ്റനിൽ പറയണം. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ക്വസ്റ്റനിൽ പറയണം. കോസ്റ്റ് ആണെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യമില്ല. എല്ലായ്പ്പോഴും എന്തായിട്ട് എടുക്കുക? നമ്മൾ കോസ്റ്റായിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇതിന് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2 പോയിന്റുകളാണ് നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഒന്നാമത്തെ പോയിന്റ് വെദർ ദ ക്വസ്റ്റ്യൻ ഈസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? എങ്ങനെയാണ് മനസ്സിലാക്കുക ഒരു ക്വസ്റ്റ്യൻ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന്? വളരെ സിമ്പിൾ മെത്തേഡ്. നമുക്ക് ഡിമാൻഡ് തന്നിട്ടുണ്ട്, സപ്ലൈ തന്നിട്ടുണ്ട്. നമ്മൾ ഈ സപ്ലൈ എല്ലാം കൂടെ കൂട്ടി നോക്കുക. 14 + 12 + 5, ദാറ്റ്സ് നത്തിങ് ബട്ട് 31. ഐ തിങ്ക് 31. അപ്പോൾ തന്നെ സപ്ലൈ കൂട്ടി നോക്കുക, ഡിമാൻഡ് കൂട്ടി നോക്കുന്ന സമയത്ത് 6 + 10 + 15 ഇറ്റ് ഈസ് ആൾസോ 31. സോ ഡിമാൻഡും സപ്ലൈ കൂട്ടുമ്പോൾ 2 കൂട്ടുമ്പോഴും 31 ആണ് വരുന്നത്. അപ്പോൾ ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആണ്. അപ്പോൾ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു എന്താണ്? സപ്ലൈ ആണ്. അങ്ങനെ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സപ്ലൈ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്താണ്? ബാലൻസ്ഡ് ആണ്. സപ്പോസ് ഈക്വൽ അല്ലെങ്കിലോ ക്വസ്റ്റ്യൻ അൺബാലൻസ്ഡ് ആണ്.
അൺബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് 1 ആയ സ്റ്റെപ്പ് 1 എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തേ. സ്റ്റെപ്പ് 1 എന്താ പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പ് 1 IBFS ആണ്, ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ്. ആ സ്റ്റെപ്പ് 1 പോകാൻ പറ്റില്ല. അപ്പോൾ സ്റ്റെപ്പ് 1 പോകണോ, ആദ്യത്തെ കണ്ടീഷൻ എന്താ, ക്വസ്റ്റ്യൻ എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ ബാലൻസ്ഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് പോവാം. സപ്പോസ് സാർ അൺബാലൻസ്ഡ് ആണെങ്കിൽ എന്താ ചെയ്യുക, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പഠിപ്പിക്കും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ നോക്കണം. ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ എൻ്റെ സ്റ്റെപ്പിലോട്ട് വരാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ മിനിമൈസേഷൻ ഓർ മാക്സിമൈസേഷൻ. ക്വസ്റ്റ്യൻ മിനിമൈസേഷൻ ആണോ മാക്സിമൈസേഷൻ ആണോ നോക്കണം. അതെങ്ങനെയാണ് സാർ മിനിമൈസേഷൻ ആണോ മാക്സിമൈസേഷൻ ആണോ മനസ്സിലാവുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കോസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ് സാർ മനസ്സിലായി കോസ്റ്റ് ആണെന്ന്? ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് എന്താണ് തന്നിരിക്കുന്ന വാല്യൂസ് കോസ്റ്റ് ആണ്. കോസ്റ്റ് ആരെങ്കിലും കൂട്ടാറുണ്ടോ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ? ഇല്ല, ഒരിക്കലും ഇല്ല. കോസ്റ്റ് കുറയ്ക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നത് കോസ്റ്റ് ആണെങ്കിൽ ദ ക്വസ്റ്റ്യൻ ഈസ് എ മിനിമൈസേഷൻ പ്രോബ്ലം. ഇനി തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആണെങ്കിലോ, പ്രോഫിറ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഈസ് എ മാക്സിമൈസേഷൻ പ്രോബ്ലം. പ്രോഫിറ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? പ്രോഫിറ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയണം, അപ്പോഴേ പ്രോഫിറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെയും ക്വസ്റ്റ്യൻ എന്ത് പ്രോബ്ലമാണ്? ഒരു മിനിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ? ഈ ക്വസ്റ്റ്യൻ ഒരു മിനിമൈസേഷൻ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് സ്റ്റെപ്പ് 1 പോകാൻ പറ്റുന്നത്. സപ്പോസ് ബാലൻസ്ഡ് അല്ലെങ്കിലോ ബാലൻസ്ഡ് ആക്കണം, അത് ഞാൻ പിന്നെ പഠിപ്പിക്കും. മിനിമൈസേഷൻ അല്ലെങ്കിലോ മിനിമൈസേഷൻ ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എനിക്ക് IBFS പോകാം, കാരണം ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഞാൻ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണുന്നു. അതിന് ഞാൻ മെത്തേഡ് 1 ഉപയോഗിക്കുന്നു. 3 മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ മെത്തേഡ് 1 എന്താണ്? NW മെത്തേഡാണ്, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. ഓക്കെ, NW മെത്തേഡ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നുകൂടി എന്ത് വരക്കുന്നു? നമ്മുടെ മെട്രിക്സ് വരക്കുന്നു. മെട്രിക്സിൽ 3 കോളംസും 3 റോയാണുള്ളത്. അതിൽ വാല്യൂസ് എഴുതുന്ന സപ്ലൈ എഴുതാം. സപ്ലൈ 14, 12, 5, ഡിമാൻഡ് 6, 10, 15. ഇത് 3 ഫാക്ടറിയാണ്, ഇത് 3 വെയർ ഹൗസാണ്. ഓക്കെ, ഇനി കോസ്റ്റ് എടുത്ത് എഴുതാം. കോസ്റ്റ് എടുത്ത് എഴുതുന്ന സമയത്ത് സെൻട്രലോട്ട് എഴുതാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ കാണുന്ന പോലെ സെൻട്രലിൽ എഴുതരുത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എഡ്ജിലോട്ട് നീക്കി എഴുതുന്നു. എഡ്ജിലോട്ട് നീക്കി എഴുതുമ്പോൾ ഇവിടുത്തെ കോസ്റ്റ് 6 ആണ്, ഇവിടുത്തെ കോസ്റ്റ് 8 ആണ്, ഇവിടുത്തെ കോസ്റ്റ് 4 ആണ്. ഇവിടെ അഗെയിൻ 4, 9, 8. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 6. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഒരു നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കറിയാം ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണ്, ക്വസ്റ്റ്യൻ മിനിമൈസേഷൻ ആണ്. നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. നോർത്ത് വെസ്റ്റ് ഹെഡിങ്ങിൽ തന്നെയുണ്ട്. നമുക്ക് നോർത്ത് വെസ്റ്റും ഈസ്റ്റ് സൗത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് നോർത്ത് ഡയറക്ഷൻ, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സെല്ലിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഈ കോർണറാണ്, ഈ എഡ്ജിലെ ഈ കോർണറാണ്. അപ്പോൾ ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ ഫസ്റ്റ് കോർണറിൽ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് കോർണറിൽ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്താ ഇവിടെ ഫസ്റ്റ് കോർണറിൽ ചെയ്യുന്നത്? അഥവാ ഫാക്ടറി 1 നിന്ന് വെയർ ഹൗസ് 1 ആദ്യം മൂവ് ചെയ്യിക്കേണ്ടത്. ഈ സെല്ല് ഉദ്ദേശിക്കുന്നത് ഫാക്ടറി 1 വെയർ ഹൗസ് 1 അല്ലേ? അപ്പോൾ ഈ സെല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ അർത്ഥം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ സെല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അഥവാ ഫാക്ടറി 1 നിന്ന് വെയർ ഹൗസ് 1 പ്രോഡക്റ്റ് മൂവ് ചെയ്യിക്കുന്നു. എത്ര പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു ഇവിടെ എഴുതും. അതിന് അലൊക്കേഷൻ എന്ന് വിളിക്കും, അലൊക്കേഷൻ. അപ്പോൾ ഞാൻ അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? എത്ര എണ്ണം? ഫാക്ടറി 1 എത്ര സപ്ലൈ ഉണ്ട്? 14 പ്രോഡക്റ്റാണ് സപ്ലൈ ചെയ്യാൻ പറ്റുക. വെയർ ഹൗസ് 1 മാക്സിമം എത്ര റിസീവ് ചെയ്യാൻ പറ്റും? 6 പ്രോഡക്റ്റ്. അപ്പോൾ എൻ്റെ ചോദ്യം, വെയർ ഹൗസ് 1 വേണ്ടത് 6. ഫാക്ടറി 1 കൊടുക്കുന്നത് 14 ഉണ്ട്. അപ്പോൾ 14 കൊടുക്കൂ? ഇല്ല, ആവശ്യമുള്ള കൊടുത്താൽ മതി. എത്രയാവുന്നുണ്ടല്ലോ? 6 മതി. അപ്പോൾ 6 കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ, ഐ എം ലുക്കിംഗ് ടു ദ സപ്ലൈ, ഇറ്റ് ഈസ് 40. ഐ എം ലുക്കിംഗ് ടു ദ ഡിമാൻഡ്, ഇറ്റ് ഈസ് 6. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് വൺ? ദിസ് ഇസ് ദ സ്മോളസ്റ്റ് വൺ. ദിസ് ഈസ് 40, ദിസ് ഈസ് 6, ദി സ്മോളസ്റ്റ് വൺ. ഐ പുട്ട് ഇൻ ദ സ്മോളസ്റ്റ് വൺ. മാത്സ് വെച്ച് പറയുമ്പോൾ അങ്ങനെ പറയാം, പുട്ട് ഇൻ ദ സ്മോളസ്റ്റ് വൺ. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യണം? 6 കൊടുത്താൽ ഇനി വെയർ ഹൗസിന് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. 6 ബിക്കം 0. ഇനി ഒന്നും ആവശ്യമില്ല, എല്ലാം കിട്ടി. ഇനി ആൾക്ക് 14 കൊടുക്കാൻ പറ്റും. വേറൊരു വെയർ ഹൗസിൽ പോകുമ്പോൾ ഇല്ല, 6 ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഇനി 8 കൊടുക്കാൻ പറ്റുള്ളൂ. 14 6 പോയാൽ ബാക്കി 8. അപ്പോൾ അലൊക്കേറ്റ് ചെയ്തു, സപ്ലൈ അപ്ഡേറ്റ് ചെയ്തു, ഡിമാൻഡ് അപ്ഡേറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
ഇനി അടുത്തത് എന്താ, അടുത്ത സെല്ലിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത സെല്ലെന്ന് പറയുമ്പോൾ ഈ സെല്ലിലോട്ട് മൂവ് ചെയ്യാം, ഈ സെല്ലിലോട്ട് മൂവ് ചെയ്യാം. ഈ സെല്ലിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും വെർട്ടിക്കൽ മൂവ്മെൻറ്റും മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യാം, വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാം, നോ ഡയഗണൽ മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാം, ഈ സെല്ലിലോട്ട് മൂവ് ചെയ്യാം. ഈ സെല്ലിലോട്ട് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ സെല്ലിൻ്റെ അർത്ഥം എന്താ, ഫാക്ടറി 2-ൽ നിന്ന് വെയർഹൗസ് 1-ലോട്ട് സപ്ലൈ ചെയ്യണമെന്നാണ് ഈ സെല്ലിൽ വന്നാലുള്ള അർത്ഥം. പക്ഷേ വെയർഹൗസ് 1-ന് എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഹൊറിസോണ്ടൽ. ഐ റിപ്പീറ്റ് ദ പോയിന്റ്, ഹൊറിസോണ്ടൽ മൂവ് ചെയ്യാം, വെർട്ടിക്കൽ മൂവ് ചെയ്യാം. അക്കോർഡിംഗ് ടു മാത്സ് 0 ആയ കോളത്തിലോട്ടോ 0 ആയ റോയിലോട്ടോ പിന്നെ മൂവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് 0 ആയ കോളല്ലേ, അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഐ എം കമ്മിങ് ഹിയർ. ഇനി ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നു, ഐ എം ലുക്കിംഗ് ടു ദ ഡിമാൻഡ്, ഐ എം ലുക്കിംഗ് ടു ദ സപ്ലൈ, ഇറ്റ് ഈസ് 8. Looking to the demand, it is 10. Which is the smallest one? 8. 8 become 0. 10 become 2. 8 കൊടുത്തുള്ളൂ, ഇനി 2 വേണം. ഇനി ഐ ക്യാൻ മൂവ് ഹിയർ ഓർ ഐ ക്യാൻ മൂവ് ഹിയർ. ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ, ഇല്ല, ഇവിടെ 0 ആയി. അപ്പോൾ ഐ ക്യാൻ മൂവ് ഡൗൺ. ഐ എം കമ്മിങ് ഹിയർ. ഇവിടെ വരുന്ന സമയത്ത് ഐ എം ലുക്കിംഗ് ടു ദ സപ്ലൈ, ഇറ്റ്സ് 12. ഐ എം ലുക്കിംഗ് ടു ദ ഡിമാൻഡ്, ഇറ്റ്സ് 2. So what I put 2. 2 become 0. 12 become 10. ഇനി ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ, ഇല്ല, ഇവിടെ 0 ആയി. സോ ഐ ക്യാൻ മൂവ് ഹിയർ. ഇവിടെ 0 ആയിട്ടില്ല, അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഐ എം കമ്മിങ് ഹിയർ. ഐ എം ലുക്കിംഗ് ഡൗൺ, ഇറ്റ്സ് 50. ഐ എം ലുക്കിംഗ് റൈറ്റ്, ഇറ്റ്സ് 10. What I put 10. 10 become 0. 15 become 5. ഇനി ഇങ്ങോട്ട് എന്തായാലും മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ ഐ മൂവ് ഡൗൺ. ഐ കമ്മിങ് ഹിയർ. How much is required? 5. How much is available? 5. What I put 5. 5 becomes 0. 5 becomes 0. കണ്ട, എല്ലാം 0 ആയിപ്പോയി, എല്ലാം 0 പോയി. റീസൺ എന്താ, ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണോ നോക്കിയിട്ട് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് 0 ആയത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കോസ്റ്റ് അസോസിയേറ്റഡ്. കോസ്റ്റ് കാണാൻ അതിന് വേണ്ടി 3 കോളംസ് ഞാൻ വരയ്ക്കുന്നു. ഒന്നാമത്തെ കോളം അലോക്കേറ്റഡ് സെൽ, രണ്ടാമത്തെ കോളം കമ്പ്യൂട്ടേഷൻ, മൂന്നാമത്തെ കോളം കോസ്റ്റ്. അലോക്കേറ്റഡ് സെൽ, കമ്പ്യൂട്ടേഷൻ, കോസ്റ്റ്. ഓക്കെ, അലോക്കേറ്റഡ് സെൽ ആദ്യം അലോക്കേറ്റ്, ഇതാണ് അലോക്കേഷൻ, ഇതൊക്കെയാണ് അലോക്കേഷൻസ്. ആദ്യം അലോക്കേറ്റ് ചെയ്ത് F1W1 ആണ്. സോ F1W1. പിന്നെ അലോക്കേറ്റ് ചെയ്ത് F2W2 ആണ്. സോറി, F1W2 ആണ്. F1W2. പിന്നെ അലോക്കേറ്റ് ചെയ്ത് F2W2 ആണ്. പിന്നെ അലോക്കേറ്റ് ചെയ്ത് F3W3 ആണ്. F3W3. സോറി, F2W3 കേട്ടോ. പിന്നെ അലോക്കേറ്റ് ചെയ്ത് F3W3. ഇങ്ങനെയാണ് അലോക്കേഷൻസ്. ഇനി കമ്പ്യൂട്ടേഷൻ. എന്താ കമ്പ്യൂട്ടേഷൻ ഉദ്ദേശിക്കുന്നത്, ഫാക്ടറി 1-ൽ എത്ര പ്രോഡക്റ്റാണ് മൂവ് ചെയ്യിച്ചത്, 6 പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് മൂവ് ചെയ്യാനുള്ള കോസ്റ്റാണ് 6 രൂപ. അപ്പോൾ 6 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് 6 രൂപയാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, 6 × 6 36. ഇവിടെയോ 8 പ്രോഡക്റ്റാണ് മൂവ് ചെയ്യിച്ചു, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്ര, 8. അപ്പോൾ 8 × 8 64. ഇവിടെ 2 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, 9. 2 × 9 18. ഇവിടെയോ 10 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, 8. സോ 10 × 8 18. ഇവിടെ എത്ര പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു, 5 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു, ഒരു കോസ്റ്റ് എത്രയാണ്, 6. 5 × 6 30. ദ ടോട്ടൽ കോസ്റ്റ് ഈസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് 228. കണ്ടോ, ഇത്തരം ചെയ്ത ലാസ്റ്റ് എക്സാമിന് 10 മാർക്ക് വരെ സ്കോർ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. കണ്ടോ, മെത്തേഡ് 1 ഓർ സ്റ്റെപ്പ് 1 ആയിട്ട് IBFS എഴുതുക, ഇതിൽ കോസ്റ്റും കാണും. ഇത്ര ആവശ്യമുള്ളൂ, 10 മാർക്ക്. അപ്പോൾ ഇതാണ് ഒരു നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടു നോക്കാവുന്നതാണ്. നോ ഐ എം മൂവിങ് ടു മെത്തേഡ് 2. IBFS കാണാനുള്ള മെത്തേഡ് 2. മെത്തേഡ് 2 എന്താണ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻ റെഡിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്ലൈ ഡിമാൻഡൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ്. ഈ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഒരു മെയിൻ മിസ്റ്റേക്കാണ്. എന്താണ്, ഒരു മെയിൻ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നോർത്ത് വെസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെല്ലാം ഇപ്പോഴും ഈ ഫസ്റ്റ് സെല്ലിലോട്ടാണ് വരിക. ഈ സെല്ലിന് ഇപ്പോൾ 100 രൂപ ചിലവായാലും 10 രൂപ ചിലവായാലും 50 രൂപ ചിലവായാലും 1000 രൂപ ചിലവായാലും നമ്മൾ ഈ സെല്ലിലോട്ടേ വരും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവിടെ ഹയർ കോസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഈ വാല്യൂസിലെ ഏറ്റവും വലിയ നമ്പർ ഇവിടെയാണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കാൻ വരിക. അപ്പോൾ കോസ്റ്റ് കൂടാനുള്ളൊരു ചാൻസ് എപ്പോഴും ഈ മെത്തേഡിനുണ്ട്. അപ്പോൾ ഇതെപ്പോഴും നല്ല മെത്തേഡല്ല.
എക്സാമിന് ആവശ്യപ്പെട്ടാൽ മാത്രമേ ഈ മെത്തേഡ് ചെയ്യാവൂ. അപ്പോൾ അടുത്ത സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. എന്താ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത? ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സെല്ലിലോട്ടല്ല പോകുന്നത്. ഇവിടെ പോകാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ അറിയോ? വിച്ച് ഈസ് ദി ലീസ്റ്റ് കോസ്റ്റ് സെൽ? ഏറ്റവും ചിലവ് കുറഞ്ഞ സെൽ ഏതാണ്? വിച്ച് ഈസ് ദ ലീസ്റ്റ് കോസ്റ്റ് സെൽ? 1 ആണ്. അപ്പോൾ ഞാൻ ആ സെല്ലിലോട്ട് ആദ്യം പോകേണ്ടത്. അപ്പോൾ ഐ എം കമ്മിങ് ടു ദിസ് സെൽ. ഈ സെല്ലിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറി 3യിൽ നിന്ന് വെയർഹൗസ് 1ലോട്ടാണ് ഞാൻ പ്രോഡക്റ്റ് മൂവ് ചെയ്യിക്കുന്നത്. വെയർഹൗസ് 1ന് എത്ര പ്രോഡക്റ്റ് ആവശ്യമുണ്ട്? 6 പ്രോഡക്റ്റ്. ഫാക്ടറി 3ക്ക് എത്ര പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും? 5 പ്രോഡക്റ്റ്. സോ 5 ഇടണോ 6 ഇടണോ? ഐ എം ലുക്കിംഗ് ടു റൈറ്റ്, ഇറ്റ് ഈസ് 5. ലുക്കിംഗ് ഡൗൺ, ഇറ്റ് ഈസ് 6. വാട്ട് ഐ പുട്ട്? ഐ പുട്ട് 5. 5 become 0. 6 become 1. കണ്ടോ? ഇനി വിച്ച് ഈസ് ദ ലീസ്റ്റ് കോസ്റ്റ് സെൽ എന്ന് പറയുമ്പോൾ ഇനി 2 ആണ്. 2ലോട്ട് പോയാൽ 10 ആവശ്യമുണ്ട്. പക്ഷെ എത്ര കൊടുക്കാണ്ട്? 0 കൊടുക്കാനുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാൻ പാടുമോ? പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ഈ 5 ഇട്ടതിന് ശേഷം, അലൊക്കേറ്റ് ചെയ്തതിന് ശേഷം, ഇവിടെ 1 ആയി, ഇവിടെ 0 ആയി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ കോളത്തിന് വാല്യൂ ഉണ്ട്, ഈ റോയുടെ വാല്യൂ എന്തായി? 0 ആയി. ആ 0 ആയ റോ ആയാലും കോൾ ആയാലും അതിൽ ബാക്കി സെല്ലുകളൊക്കെ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഇവിടെ 0 ആയി, അപ്പോൾ ഈ സെല്ലൊക്കെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അഗെയിൻ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുക, വിച്ച് ഈസ് ദി ലീസ്റ്റ് കോസ്റ്റ് സെൽ? അപ്പോൾ ഇനി 2 എടുക്കാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്ത് എടുക്കാൻ പറ്റില്ല. സോ വിച്ച് ഈസ് ദി ലീസ്റ്റ് കോസ്റ്റ് സെൽ? ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. ഏത് 4ലോട്ട് വേണമെങ്കിൽ പോവാം. ഇവിടെ പോയാൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ വരും. ദാറ്റ്സ് ഓൾ. സോ ഐ എം കമ്മിങ് ടു ദിസ് 4. ഐ എം അലോക്കേറ്റിംഗ്. ഐ എം ലുക്കിംഗ് റൈറ്റ്. ദ വാല്യൂ ഇസ് 12. സപ്ലൈ ഇസ് 12. I'm looking down, value is 1. What I put? I can put 1. Smallest ആണ് put ചെയ്യേണ്ടത്. 1 become 0. 12 become 11. Which cell I cancel? Can I cancel this cells? No. ഇവിടെ വാല്യൂ ഉണ്ട്. ഇവിടെയാണ് 0 ആയത്. So I have to cancel this cell. ആ കറസ്പോണ്ടിങ് കോളത്തിലെ സെല്ലാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. Again my question, which is the least cost cell? This 4 ആണ്. അപ്പോൾ I'm allocating here. I'm looking right. It's 40. I'm looking down. It's 50. Demand is 50. Supply is 40. What I put? I put 40. 40 become 0. 50 become 1. Which is become 0. This supply becomes 0. This column, E rock corresponding at 0. So I'm cancel this cell. Again my question, which is the least cost cell? Here it's 8. വെട്ടിയതും അലക്കേറ്റും എടുക്കാൻ പാടില്ല. I'm coming here. How much is required? 1. How much is available? 11. What I put? 1. 1 become 0. 11 become 10. ഇവിടെയാണ് 0 ആയത്. ഓൾറെഡി എല്ലാം ക്യാൻസലായി പോയിട്ടുണ്ട്, അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വിച്ച് ഇസ് ദ ലീസ്റ്റ് കോസ്റ്റ് സെൽ? ചോദിക്കേണ്ട ആവശ്യമില്ല. ഓൺലി 1 സെൽ ഇസ് റിമൈനിങ്. സോ ഐ എം കമ്മിങ് ഹിയർ. ഹൗ മച്ച് ഈസ് അവൈലബിൾ? 10 ഈസ് അവൈലബിൾ. ഹൗ മച്ച് ഈസ് റിക്വയർഡ്? 10. വട്ട് ഐ പുട്ട്? 10. 10 become 0. ദിസ് 10 become 0. കണ്ട, എല്ലാം 0 ആയിപ്പോയി. ഐ ഗോട്ട് ദ ആൻസർ. നേരത്തെ പോലെ തന്നെ cost associated. 3 കോളംസ് വരയ്ക്കുന്നു. ഇങ്ങനെ 3 കോളംസ് വരയ്ക്കുന്നത് allocated cell, computation, cost. ഏതൊക്കെ allocated cell? ഇവിടെ അലൊക്കേഷൻ ഉണ്ടല്ലേ. അപ്പോൾ F1W3 ഇത് പറയാൻ മാത്രം ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. F2W1, F2W2, F2W3 ഇവിടെ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതുന്നത് കേട്ടോ. ലാസ്റ്റ് F3W1 കേട്ടോ. ഇതൊക്കെയാണ് അലൊക്കേഷൻസ്. ഇനി എന്താണ് F1W3യുടെ അലൊക്കേഷൻ? 14 പ്രോഡക്റ്റ് അലൊക്കേറ്റ് ചെയ്യും. ഓരോ പ്രോഡക്റ്റ് മൂവ് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്? 4 രൂപ. സോ 14 × 4. 14 × 4 എത്രയാണ് വരുന്നത്? 14 × 4 ഇറ്റ്സ് ബിക്കമിങ് 56. അടുത്ത് F2W ഒരു പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു. എത്ര കോസ്റ്റ്? 4 രൂപ. സോ 1 × 4 ദ കോസ്റ്റ് ബിക്കം 4. അടുത്ത് 10 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു. 10 പ്രോഡക്റ്റ് എത്ര ഒരു പ്രോഡക്റ്റ് മൂവ് ചെയ്യാനുള്ള കോസ്റ്റ്? 9 rupees. സോ 10 × 9 ഇറ്റ്സ് ബിക്കം 19. അടുത്ത് ഒരു പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു. എത്ര കോസ്റ്റ്? ഒരു പ്രോഡക്റ്റ് മൂവ് കോസ്റ്റ് 8 രൂപയാണ്. സോ 1 × 8 8. ഇനി അടുത്ത എത്ര പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു? 5 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു. സോ 5 × എത്ര കോസ്റ്റ്? 1. 5 × 1 ദ ആൻസർ ഈസ് 1 ആൻഡ് ദ കോസ്റ്റ് ഈസ് 160
163 163 കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ നമുക്ക് 163 കോസ്റ്റ് കിട്ടും. ഇവിടെയും എല്ലാ വെയർ ഹൗസിനും എല്ലാ ഡിമാൻഡ് മീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഫാക്ടറി സപ്ലൈ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു കോസ്റ്റ്? 228. ഇവിടെ എത്രയാണ് കോസ്റ്റ്? 163. നിങ്ങൾ 228 രൂപ ചിലവാക്കുമോ 163 രൂപ ചിലവാക്കുമോ? നമ്മൾ 163 ചിലവാക്കും. അപ്പോൾ ഏത് മെത്തേഡാണ് ബെസ്റ്റ് മെത്തേഡ്? ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനിയൊരു മെത്തേഡും കൂടെ വരാനുണ്ട്. ഓക്കെ, സോ ഐ എം മൂവിങ് ടു ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ IBFS കാണുന്ന ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണുന്ന മെത്തേഡ് 3 പോവാണ്. വീഡിയോ 1 ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പാർട്ട് 1 മെത്തേഡ് 1ഉം 2ഉം കണ്ടു കഴിഞ്ഞിട്ട് ശേഷമേ ഇത് കാണാൻ പാടൂ. അപ്പോഴാണ് ഫുൾ ക്ലാരിറ്റി മനസ്സിലാവുള്ളൂ. എനിവേ, ഇവിടെ വോക്കൽ അപ്രോക്സിമേഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ വോക്കൽ ചെയ്യുന്ന സമയത്ത് കൺഫേം ചെയ്യേണ്ട കാര്യം റൈറ്റിലോട്ട് അത്യാവശ്യം സ്പേസ് വേണം, താഴത്തോട്ടും സ്പേസ് വേണം. ഒരു പേജിൻ്റെ ഒരു സെൻറ്ററിലൊന്ന് ചെയ്യാൻ ശ്രമിക്കരുത്, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പേജിൻ്റെ ലാസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ചെയ്യരുത്, അപ്പോഴും ബുദ്ധിമുട്ടാവും. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റിലോട്ട് സ്പേസ് ഉണ്ട്, താഴത്തോട്ട് സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഐട്രേഷൻസ് ആണ് ചെയ്യുന്നത്. ഐട്രേഷൻസ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് റോ ഐട്രേഷനാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോളം ഐട്രേഷനാണ്. ഐട്രേഷൻ എന്താണ് ഈ ഐട്രേഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ ഫസ്റ്റ് ഐട്രേഷൻ 1 ആണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ ഫസ്റ്റ് ഐട്രേഷൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു വര വരച്ചിടാം. ഇത് ഈ ഡിമാൻഡിൻ്റെ വാല്യൂസ് ഐട്രേഷൻ വാല്യൂസ് നമ്മൾ കൺഫ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ റോ 1, ഈ ഫസ്റ്റ് റോയിൽ 2 ലീസ്റ്റ് നമ്പേഴ്സ്, 2 ലീസ്റ്റ് നമ്പേഴ്സ് എടുക്കുക. 2 ലീസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 6ഉം 4, 8 2 ലീസ്റ്റ്, 2 ചെറിയ നമ്പർ ഏതാണ്? 6ഉം 4ഉം ആണ്. അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 6ൻ്റെയും 4ൻ്റെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഇത് നമുക്ക് പെനാൽറ്റി ഫാക്ടർ എന്ന് പറയും. 2 ഈസ് എ പെനാൽറ്റി ഫാക്ടർ. ഇനി അടുത്ത റോയിൽ 2 ലീസ്റ്റ് നമ്പർ ഏതാണ്? 4ഉം 8ഉം ആണ്. വാട്ട്സ് ഡിഫറൻസ്? 4 ആണ്. അടുത്ത റോയിൽ 2 ലീസ്റ്റ് നമ്പർ എന്താണ്? 1ഉം 2 ആണ്. വാട്ട്സ് ഡിഫറൻസ്? 1 ആണ്. അപ്പോൾ ഇതാണ് റോയുടെ പെനാൽറ്റി ഫാക്ടേഴ്സ്. ഇനി കോളത്തിലോട്ട് വരുമ്പോൾ ഐട്രേഷൻ നമ്പർ 1, ഫസ്റ്റ് ഐട്രേഷൻ, ഈ ഫസ്റ്റത്തെ കോളത്തിൽ 2 ലീസ്റ്റ് നമ്പേഴ്സ് 1ഉം 4ഉം ആണ്. ഡിഫറൻസ് 3. ഇവിടെ 8ഉം 2ഉം ആണ്. ഡിഫറൻസ് 6. ഇവിടെ 4ഉം 6ഉം ആണ്. ഡിഫറൻസ് 2. ഓട്ടോമാറ്റിക്കലി ദിസ് ആർ ദ പെനാൽറ്റി ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് വാല്യൂസ് വരിക. 2, 4, 1, 3, 6, 2. അപ്പോൾ റോയുടെ പെനാൽറ്റി ഫാക്ടേഴ്സ് കിട്ടി, കോളത്തിന് കിട്ടി. Among this penalty value, it is the highest one. 2, 4, 1, 3, 6, 2. ഹയസ്റ്റ് ഏതാണ്? 6 ആണ്. അവിടെ ഒരു ഏറോ മാർക്ക്. അതിന് അർത്ഥം എന്താ? ഐ ഗോട്ട് പെർമിഷൻ ടു എൻ്റർ ടു ദിസ് കോളം. ഈ കോളത്തിലോട്ട് കയറാൻ പെർമിഷൻ കിട്ടി. അഥവാ ഇവിടെ അലൊക്കേറ്റ് ചെയ്യാം, ഇവിടെ അലൊക്കേറ്റ് ചെയ്യാം, ഇവിടെ അലൊക്കേറ്റ് ചെയ്യാം. ഇതിൽ എവിടെ അലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഇൻ ദ ലീസ്റ്റ് കോസ്റ്റ് സെൽ. ഇതിൽ ആരാണ് ലീസ്റ്റ് കോസ്റ്റ്? 2 ഈസ് ദ ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ അലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഉണ്ടോ? അപ്പോൾ എവിടെ അലൊക്കേറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനാണ് എന്ത് ചെയ്തത്? ഐട്രേഷൻ ചെയ്തത്. സോ ഐട്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെയാണ് അലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഇനിയൊക്കെ പഴയ പോലെയാണ്. എത്രയാണ് നമ്മുടെ ഡിമാൻഡ്? ഞാനിവിടെ ഒരാഴ്ചൻ്റെ റിസം മനസ്സിലായില്ല. ചിലർ ഡിമാൻഡ് 1 വായിക്കും ബൈ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ 50 1 കൂടെ ചേർത്ത് വായിക്കും. പാടില്ല. അതിന് അവിടെ ഒരു വര വരച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ഡിമാൻഡിൽ സപ്ലൈ ആണ്. എത്രയാണ് സപ്ലൈ? 5 ആണ്. എത്രയാണ് ഡിമാൻഡ്? 10 ആണ്. സോ ലുക്കിംഗ് റൈറ്റ് 5, ലുക്കിംഗ് ഡൗൺ 10. So 5 is available, 10 is required. What I put? I put 5. 5 become 0. 10 become 5. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ റോ 0 ഇല്ലേ? അപ്പോൾ ഈ 6 ക്യാൻസൽ ചെയ്യുക, ഈ 1 ക്യാൻസൽ ചെയ്യുക. Again I am moving to iteration number 2. ഇനി അലൊക്കേറ്റ് ചെയ്യണോ? ഇനി ഐട്രേഷൻ ചെയ്യണം. ഓരോ അലൊക്കേഷനും ഓരോ ഐട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻ ദ സെക്കൻഡ് ഐട്രേഷൻ ഈ ഫസ്റ്റ് റോയിൽ വിച്ച് ഇസ് എ 2 ലിസ്റ്റ് നമ്പർ പഴയ പോലെ തന്നെയാണ്. 6ഉം 4ഉം തന്നെയാണ്. ദ ഡിഫറൻസ് ഈസ് 2. ഹിയർ വാട്ട് ഇസ് എ 2 ലിസ്റ്റ് നമ്പർ? പഴയ പോലെ തന്നെയാണ്. 4 and 8 ഡിഫറൻസ് ഈസ് 4. ഇവിടെ 2 സെല്ല് ക്യാൻസലായിപ്പോയി, ഒരു സെല്ല് അലൊക്കേറ്റഡ് ആണ്. സോ അലൊക്കേറ്റഡ് ആയതും ക്യാൻസൽ ആയതും ഇനി എടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇനി സെല്ലുകളൊന്നുമില്ല. അപ്പോൾ ദർ ഇസ് നോ പെനാൽറ്റി ഫാക്ടർ. നൗ കം ടു കോളം സെക്കൻഡ് ഐട്രേഷൻ. ഈ ക്യാൻസൽ ആയ സെല്ല് എടുക്കാൻ പാടില്ല. അപ്പോൾ വിച്ച് ഈസ് എ 2 ലീസ്റ്റ് കോസ്റ്റ് സെൽ? ആകെ 2 സെല്ലേ ഉള്ളൂ. സോ 6 and 4 ഡിഫറൻസ് ഈസ് 2. ഹിയർ 8 and 9 ഡിഫറൻസ് ഈസ് 8 and 9 ഡിഫറൻസ് ഈസ് 1. ഹിയർ 4 and 8 ഡിഫറൻസ് ഈസ് 4. ഡിഫറൻസ് ഈസ് 4.
ഓക്കെ, ഇനി ലുക്കിംഗ് ടു ദിസ്, ഇതിലേതാണ് ഹയസ്റ്റ് പെനാൽറ്റി ഫാക്ടർ? 2, 4 ഉണ്ട്, 2, 4 ഉണ്ട്. ഇതിൽ 2 2 ഉണ്ട്, 2 4 ഉണ്ട്. ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 4 ഉണ്ട്, ഈ 4 ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സപ്പോസ് ഈ 4ൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കുക. ഈ 4ൻ്റെ ഉള്ളിൽ കയറി നോക്കി ഈ റോയിൽ നമ്മൾ ഏതൊക്കെ എടുക്കുക? ലീസ്റ്റ് അല്ലേ എടുക്കുക. ഇതിൽ ലീസ്റ്റ് എത്ര കിട്ടുന്നത്? 4 ആണ്. അത് മനസ്സിൽ വിചാരിക്കുക. ഈ 4, ഇവിടെ ഒരു ടൈ സംഭവിച്ചു അല്ലേ, ഇവിടെ ഒരു ടൈ സംഭവിച്ചു. ഇതിൽ ഏത് 4 വേണമെന്ന് കൺഫ്യൂഷനായി. അപ്പോൾ ഈ 4ൽ കയറി നോക്കി, ഇവിടെ 4 കിട്ടുന്നത്. ഈ 4ൽ കയറി നോക്കുക, അപ്പോഴും കിട്ടുന്നത് എന്താ? 4. അപ്പോൾ വീണ്ടും ടൈ അല്ലേ, ഇവിടെയും 4 കിട്ടുന്നത്, ഇവിടെയും 4 കിട്ടുന്നത്. അപ്പോൾ രണ്ടിലും എന്താ കിട്ടുന്നത്? 4 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടൈ ആദ്യം സംഭവിച്ചു, അകത്ത് കയറിയപ്പോൾ വീണ്ടും ടൈ സംഭവിച്ചു. അപ്പം നമുക്ക് കൺഫ്യൂഷൻ എവിടെ പോകണമെന്ന്. ഒരു മറുപടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോകാമെന്നാണ്, മറ്റൊരു മറുപടി ഹയസ്റ്റ് അലൊക്കേഷൻ ഉള്ളിടത്തേക്ക് പോകണമെന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അത്രയൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ഈ 4ൽ പോയിട്ട് കിട്ടുന്നത് 3ഉം ഈ 4ൽ പോയിട്ട് കിട്ടുന്നത് 4ഉം ആയിരുന്നെങ്കിൽ ഈ 4ൽ തന്നെ പോകണം, ചെറുത് കിട്ടുന്നിടത്ത് പോകണം എന്നാണ്. ഇവിടെ ഇപ്പോൾ രണ്ടും ടൈ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ പോവാം. ഐ എം കമ്മിങ് ഹിയർ, ഐ എം അലൊക്കേറ്റിംഗ് ഹിയർ, സോറി ഈ 4ലല്ല, ഞാൻ ഈ 4ലോട്ട് വരും. ഐ എം കമ്മിങ് ടു ദിസ് 4, ഐ എം അലൊക്കേറ്റിംഗ് ഹിയർ. എത്രയാണ്? ഹൗ മച്ച് ഈസ് അവൈലബിൾ? 12. How much is required? 6. What I put 6. 6 become 0. 12 become 6. Okay, which I cancel this. ഇവിടെ അല്ലേ 0 ആയത്? I cancel this cell. Okay, now I move to iteration number 3. Again, what's the tool is roll? ഇത് എടുക്കാൻ പാടില്ല. So what is the tool is number? 8 and 4. Difference 4. But 9 and 8 അല്ലേ, വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. ഡിഫറൻസ് 1. ഹിയർ ഇവിടെ ഐട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. now come to third iteration. ഇവിടെ എല്ലാ റോയും ക്യാൻസൽ, എല്ലാ സെല്ലുകളും ക്യാൻസൽ ആയി അലൊക്കേറ്റ് ചെയ്തു. സോ ഐട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 8 and 9 ഡിഫറൻസ് ഈസ് 1. ഹിയർ 4 and 8 ഡിഫറൻസ് ഈസ് 4. സോ 2 4. അപ്പോൾ ഹയസ്റ്റ് ഏതാ? ഈ 4 ഹയസ്റ്റാണ്. ഇവിടെ കയറി നോക്കുക, കിട്ടുന്ന ഹയസ്റ്റ് 4 ആണ്. ഇവിടെ കയറി നോക്കുക, കിട്ടുന്ന ഹയസ്റ്റ് 4 ആണ്. രണ്ടും ഉദ്ദേശിക്കുന്ന ഒരേ സെല്ലാണ്. അപ്പോൾ എവിടെ പോയാലും കുഴപ്പമില്ല. ഐ എം എൻട്രിങ് ഹിയർ. ഇഫ് ഐ എൻട്രിങ് ഹിയർ, ഐ കം ഹിയർ, ഐ എം അലൊക്കേറ്റിംഗ് ഹിയർ. How much is available? 14. How much is required? 15. What I put? 14. 14 become 0. 15 become 1. അല്ലേ, 14 കൊടുത്താൽ പിന്നെ എത്ര കൂടെ മതി? ഒരെണ്ണം കൂടെ മതി. ശരി, ഏതാ 0 ആയത്? ഈ റോ ആണ് 0 ആയത്. സോ വാട്ട് ഐ ക്യാൻസൽ ദിസ്. ഇനി ഐട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ റീസൺ എന്താ പറയുക? ഇനി ആകെ 2 സെല്ലേ ഉള്ളൂ. ഈ 2 സെല്ലും നിൽക്കുന്നത് ഒരേ റോയിലാണ്. ഏത് റോയിൽ കയറണം, ഏത് കോളത്തിൽ കയറണം എന്നുള്ള കൺഫ്യൂഷൻ മാറ്റാൻ ഐട്രേഷൻ ചെയ്യണേ അല്ലേ. ഏത് റോയിൽ കയറണം, ഏത് കോളത്തിൽ കയറണം തീരുമാനിക്കാൻ ഐട്രേഷൻ ചെയ്യണം. പക്ഷെ ഇനി ആകെ ഒരു റോ ഉള്ളൂ. അപ്പോൾ ആകെ ഒരു റോ അല്ലെങ്കിൽ ആകെ ഒരു കോളം, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് നിർത്താം? ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ഇനി ആകെ 2 സെല്ലേ ഉള്ളൂ. ആ 2 സെല്ലും നിൽക്കുന്നത് ഒരേ റോയിലാണ്. അതുകൊണ്ട് ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിലെ ലീസ്റ്റിലോട്ട് പോവാം. ഇതിലെ ലീസ്റ്റ് ഏതാ? 8 ആണ്. ഐ എം കമ്മിങ് ഹിയർ. ഹൗ മച്ച് ഈസ് അവൈലബിൾ? 12. ഹൗ മച്ച് ഈസ് റിക്വയർഡ്? 15. വട്ട് ഐ പുട്ട് 12. 12 become, sorry 12 അല്ല 6 ആണ് കേട്ടോ. 6 is available. 6 is available. What I put? Oh, sorry, one more mistake. ഇവിടെ എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? 1 അല്ലേ. അങ്ങനെ മിസ്റ്റേക്ക് വരാൻ പാടില്ല കേട്ടോ. ഉണ്ടോ, എനിക്കും ചെറിയ മിസ്റ്റേക്ക് വന്നു. സോ 1 ആണ് എന്ത് അവൈലബിൾ ആയിട്ട്, 1 ആണ് വേണ്ടത്. എത്ര അവൈലബിൾ ആയിട്ടുള്ളത്? 6 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഐ എം അലൊക്കേറ്റിംഗ്. 1 is needed, 6 is available. So what I put 1. 1 become 0. 6 become 5. Now I come here. I allocate here. ഇവിടെ allocate ചെയ്യുന്ന സമയത്ത് എത്രയാണ് വേണ്ടത്? 5 ആണ് വേണ്ടത്. എത്രയുണ്ട്? 5 is available. So what I put 5. 5 become 0. Here 5 become 0. വേണ്ട, എല്ലാം 0 ആയി. So this is iterative. This is the answer. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ കോസ്റ്റ് അസോസിയേറ്റഡിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ അലൊക്കേറ്റഡ് സെൽ, കമ്പ്യൂട്ടേഷൻ, കോസ്റ്റ്, 3 കോളംസ് പറയുന്നു. ഏതൊക്കെ അലൊക്കേറ്റഡ് സെൽ ഇവിടെ നോക്കിയാൽ അറിയാം. F1 W3, F2 W1, F2 W2, F2 W3, F3 W2. Computation. F1 W3.
എത്ര പ്രോഡക്റ്റാണ് മൂവ് ചെയ്യിച്ചത്? 14 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു. ഇൻറ്റു ഓരോ പ്രോഡക്റ്റിന് എത്ര രൂപയാണ് കോസ്റ്റ്? 4 രൂപയാണ് കോസ്റ്റ്. സോ 14 × 4 ഐ തിങ്ക് ഇറ്റ് ഈസ് 56. അടുത്തത് 6 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു. എത്ര കോസ്റ്റ്? 4 രൂപ. സോ 6 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു, 4 രൂപയാണ് കോസ്റ്റ്. സോ 6 4 24. അടുത്തതിൽ എത്ര പ്രോഡക്റ്റാണ് മൂവ് ചെയ്യിച്ചത്? 5 പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു. എത്ര കോസ്റ്റ്? 9 9 × 5 45. അടുത്തതിൽ എത്ര പ്രോഡക്റ്റാണ് മൂവ് ചെയ്യിച്ചത്? ഒരു പ്രോഡക്റ്റ് മൂവ് ചെയ്യിച്ചു. എത്ര കോസ്റ്റ്? 8 രൂപ. 1 × 8 8. അടുത്തത് എത്ര പ്രോഡക്റ്റാണ് മൂവ് ചെയ്യിച്ചത്? 5 പ്രോഡക്റ്റ്. എത്ര കോസ്റ്റ്? 2 രൂപ കോസ്റ്റ്. So 5 × 2 10. So the total cost is I think 143. അപ്പോൾ 3 മെത്തേഡ് ഒന്ന് കമ്പയർ ചെയ്യാം. ആദ്യം നോർത്ത് വെസ്റ്റ് എത്ര ആൻസർ വന്ന്? 228. അടുത്തത് ലീസ്റ്റ് കോസ്റ്റ് എത്ര ആൻസർ വന്ന്? ലീസ്റ്റ് കോസ്റ്റ് ചെയ്തപ്പോൾ 163. അടുത്തത് ഓഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എത്ര ആൻസർ വന്ന്? 143. സർ നിങ്ങൾ 163 രൂപ ചിലവാക്കൂ, 140 രൂപ ചിലവാക്കൂ, അതോ 228 രൂപ ചിലവാക്കും? 228 രൂപ ചിലവാക്കണോ, 163 ചിലവാക്കണോ, അതോ 143 ചിലവാക്കണോ? നമ്മൾ 143 ചിലവാക്കുള്ളൂ. നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് ചിലവാക്കും. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഏത് മെത്തേഡാണ് ബെസ്റ്റ് മെത്തേഡ്? ഓഗൽസ് മെത്തേഡ്. ഇനി ഈ ആൻസറാണ് ശരിയാന്ന് നോക്കേണ്ടത്. കാരണം ഈ ആൻസർ എന്തായാലും ശരിയല്ല, അത് ഉറപ്പാണ്. ഈ ആൻസർ ശരിയല്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഒപ്റ്റിമം സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ തരിക ഏത് മെത്തേഡാണ്? ഓഗൽ. ഏത് മെത്തേഡ് തന്നെ ചെയ്യണം? ഓഗൽ തന്നെ ചെയ്യണം. എന്നിട്ട് ആ ചെയ്ത് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് നോക്കണം. ശരിയാണോ തെറ്റാണോ നോക്കണം. അതാണ് നമ്മുടെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇനി നോർത്ത് വെസ്റ്റ് ചോദിച്ച ആൻസർ മാത്രം കണ്ടാൽ മതി. ലീസ്റ്റ് കോസ്റ്റ് ചോദിച്ചാലും ആൻസർ മാത്രം കണ്ടാൽ മതി. ഓഗൽ ചോദിച്ച ആൻസർ കാണുക, ആൻസർ കണ്ട് നിർത്തുക. ഒപ്റ്റിമൽ ആൻസർ ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്യുക? ഒപ്റ്റിമാലിറ്റി ടെസ്റ്റിലോട്ട് പോകാം. അപ്പോൾ ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ഓഗൽസ് മെത്തേഡ്. ഓക്കെ. സോ ഇതുമായി ബന്ധപ്പെട്ട ഇനിയും സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഓഗൽസ് മെത്തേഡ് ഈ ആൻസർ ശരിയാണോ തെറ്റാണോ നോക്കണം. അതിന് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുക. അത് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് 3 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പ്രസൻറ്റേഷന് വലിയൊരു ക്വാളിറ്റി ഒന്നും കീപ്പ് ചെയ്തിട്ടില്ല, റെക്കോർഡിങ്ങിന് വലിയൊരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടില്ല. ഈ ക്വാറൻറ്റൈൻ സമയത്ത് ബോറടിച്ചിരുന്നപ്പോൾ നിങ്ങൾ ബോറടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അധ്യാപകർ ബോറടിച്ചിരിക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ റെക്കോർഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ബോറടി മാറ്റാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഏതെങ്കിലും ടോപ്പിക് ഇതേപോലെ നിങ്ങൾക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ ആ ഒരു ഏരിയ ഞാൻ ഞാൻ ഡിസ്കസ് ചെയ്ത് അത് ഒപ്പിഎമ്മിൻ്റെ ഏത് ഏരിയയും ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഫർദർ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ. താങ്ക് യു.